പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹോസ്പിറ്റലിലായിരിക്കുന്ന അനഘയിൽ ചില പ്രതികരണങ്ങളൊക്കെ വെളിപ്പെടുവാൻ തുടങ്ങിയെന്ന് ദേവയാനിയോട് നയന പറയുന്നത് കേട്ടുകൊണ്ട് രാത്രിയിൽ തന്നെ അബി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അബിയുടെ മനസ്സിൽ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അനഘയെ ഇല്ലാതെയാക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഹോസ്പിറ്റലിന്റെ അടുത്തെത്തുമ്പോഴേക്കും അയാൾ ഗുണ്ടകളുമായി ഫോണിൽ ബന്ധപ്പെടുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ ഇപ്പോൾ ഇവിടേക്ക് വരരുത്, ഡോക്ടർക്ക് കാര്യമായ സംശയമുണ്ട്, അതുകൊണ്ട് തന്നെയാവും അവർ അനഘയെ കാര്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ നമ്മൾ അവിടേക്ക് ഇടിച്ചു കയറി ചെന്നാൽ സാറ് മാത്രമല്ല ചിലപ്പോൾ ഞങ്ങൾ കുടുങ്ങും. അതുകൊണ്ട് സാർ ഇപ്പോൾ ഇങ്ങോട്ട് വരരുത്, നാളെ ഞങ്ങൾ വിളിക്കുമ്പോൾ പുറപ്പെട്ടാൽ മതി. അതുമാത്രവുമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി സാറിനോട് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. അബിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയുമില്ല. അബി ചോദിക്കുകയാണ്, എന്തോന്നാണ് നിനക്കൊക്കെ ഇപ്പോൾ പറയാനുള്ളത്? ഇതല്ലാതെ എന്ത് കാര്യമാണ് പ്രത്യേകമായിട്ട് സംസാരിക്കാനുള്ളത്? അത് പിന്നെ വേറെ വിഷയമൊന്നുമല്ല സാറേ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും നാളെ നമുക്ക് വിശദമായി സംസാരിക്കാം. ഞങ്ങൾ പറഞ്ഞിട്ട് സാർ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, ഇവിടേക്ക് വരരുത്, ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി. ഇത്രയും പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. ആശുപത്രിയുടെ അടുത്ത് വരെ ചെന്ന അബി നിരാശയോടെ രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ ആദർശ് ഓഫീസിലേക്ക് പോകുവാൻ റെഡിയായി ഇറങ്ങുകയാണ്. ആദർശിനിപ്പോൾ പഴയതുപോലുള്ള ടെൻഷനൊന്നുമില്ല. നയന തൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ആ ഉറപ്പിൽ ആദർശ് കുറേയൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. അതിനാൽ തന്നെ ചന്തുമോളോട് അല്പമൊക്കെ സ്നേഹത്തോടെ ആദർശ് ഇടപെടുവാനും തുടങ്ങുന്നുണ്ട്. ഓഫീസിലേക്ക് പുറപ്പെടുവാൻ പോകുമ്പോൾ ആദർശ് ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ തിരികെ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം. അപ്പോൾ ചന്തുമോൾ പറയുന്നുണ്ട്, എനിക്ക് ചോക്ലേറ്റ് വേണം. ശരി, ഞാൻ വൈകിട്ട് വരുമ്പോൾ മോൾക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാം കേട്ടോ. ഇത് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് അബിയുടെ ഫോണിലേക്ക് ഹോസ്പിറ്റലിൻ്റെ അരികിൽ നിന്നും ഗുണ്ടകളിൽ ഒരാളുടെ ഫോൺ വരുന്നുണ്ട്. അബി ഫോൺ എടുക്കുമ്പോൾ അയാൾ പറയുകയാണ്, സാറേ ഇപ്പോൾ തന്നെ നമുക്ക് കാണണം, സാർ അവിടെ നിന്ന് ഇറങ്ങിക്കൂ. പിന്നെ ആശുപത്രിയിലേക്കല്ല വരേണ്ടത്, ഞങ്ങൾ പുറത്തുണ്ട്, സാർ വരുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ ഉണ്ടാവും, അവിടെ വെച്ച് കാണാം. ഇത് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നു. ഉടൻ തന്നെ അബിയും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആദർശ് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അബി അനന്തപുരി വിട്ടു. അതിന് പിന്നാലെയാണ് ആദർശ് പോകുന്നത്. എന്നാൽ യാത്ര ചെയ്തു പോകുന്നതിനിടയിൽ ആദർശ് കാണുകയാണ്, വഴിയരികിൽ അനഘയുടെ ബന്ധുക്കളെന്ന് പരിചയപ്പെടുത്തിയ രണ്ടുപേരുമായി അബി സംസാരിച്ചു നിൽക്കുന്ന കാഴ്ച. അത് കാണുമ്പോൾ ആദർശ് മനസ്സിൽ പറയുന്നുണ്ട്, ഇവൻ എന്തിനാണ് ഇവരെ കാണുവാൻ വേണ്ടി വന്നു നിൽക്കുന്നത്? ഇവനും ഇവരും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. ഇനി ഒരുപക്ഷെ അനഘയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുമോ? അത് പറയാനായിരിക്കുമോ ഇവനെ അവർ വിളിച്ചത്? അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ അനഘയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് അവർ പറയുന്ന എന്നെ അല്ലായിരുന്നോ അവർ വിളിക്കേണ്ടത്? അതല്ലെങ്കിൽ മുത്തശ്ശനെ വിളിക്കണം. ഞങ്ങളെ രണ്ടാളെയും ബന്ധപ്പെടാതെ ഇവനെ വിളിക്കുമ്പോൾ അതിലെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ. തുടർന്ന് ഉടൻ തന്നെ ആദർശ് വണ്ടി കുറച്ച് അകലെ മാറ്റി പാർക്ക് ചെയ്തിട്ട് അബിയെയും കൂടെയുള്ളവരെയും ശ്രദ്ധിച്ചുകൊണ്ട് ആ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അബിയുടെ വണ്ടിയിലേക്ക് അവർ രണ്ടുപേരും കയറുകയും വണ്ടി അവിടുന്ന് മുമ്പോട്ട് വിട്ടുപോവുകയും ചെയ്യുന്നു. അത്രയും കണ്ടപ്പോഴേക്കും ആദർശിന്റെ സംശയം വർദ്ധിക്കുകയാണ്. എന്തിനാണ് അവൻ അവരെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോയത്? എവിടേക്കായിരിക്കും ഇവരുടെ ഈ യാത്ര? ഇനി ഒരുപക്ഷെ ഈ ആൾക്കാരുമായി കൂടിച്ചേർന്നാവുമോ അവൻ എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത്? എന്തായാലും അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചേ മതിയാവും. ഇത് പറഞ്ഞുകൊണ്ട് അവരുടെ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ആദർശും കാർ ഓടിച്ചു പോവുകയാണ്. കുറച്ചു മുൻപോട്ട് ചെന്ന് കഴിയുമ്പോൾ അബി വണ്ടി നിർത്തി അവരുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. സാധാരണ അനഘയുമായി അവൻ സംഗമിക്കാറുള്ള കടൽ തീരത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് അവർ കാണാതെ ആദർശ് വണ്ടിയിൽ നിന്നും ഇറങ്ങി തൊട്ടപ്പുറത്തുള്ള പാറക്കെട്ടിന് മറഞ്ഞു നിന്നുകൊണ്ട് അവരെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവരിൽ ഒരാൾ അബിയോട് പറയുന്നുണ്ട്, സാറേ ഈ അനാഥപ്രേതത്തിന് കാവലിരിക്കുന്ന പോലീസുകാരുടെ അവസ്ഥ പോലെയാണ് ഞങ്ങളുടെ സ്ഥിതി. ഊണും ഉറക്കവുമില്ലാതെ ഒരാശുപത്രിയുടെ പരിസരത്ത് പട്ടിയെപ്പോലെ കാത്തു കിടക്കുകയാണ്. ഇങ്ങനെയുള്ള പരിപാടിയായിരുന്നു എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിലൊന്നും ഞങ്ങൾ ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു. അതുകൊണ്ട് മുൻപ് പറഞ്ഞ എമൗണ്ടിലൊന്നും കാര്യങ്ങൾ നിൽക്കില്ല. എടാ, അതിന് ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ പൈസ തരുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് ഇപ്പോൾ കാശിന്റെ കണക്ക് പറയാൻ വരുന്നത്? സാറേ, ഈ നക്കാപ്പിച്ചയൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഇത് വളരെ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്, പ്രത്യേകിച്ച് ജീവിതം വെച്ചുള്ള കളിയാ. ഏതെങ്കിലും കാരണത്താൽ ആർക്കെങ്കിലും സംശയം തോന്നി ഞങ്ങൾ പിടിക്കപ്പെട്ടു പോയാൽ അതോടുകൂടി കുടുംബം കുളം തോണ്ടും. അതുകൊണ്ട് സാർ കാശ് കുറച്ചേറെ മുടക്കേണ്ടി വരും. കുറച്ചേറെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രയാണ് ഈ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം ഒരു 10 രൂപ വേണം സാറേ, ഇല്ലെങ്കിൽ പണി നടക്കില്ല. പിന്നെ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വൃത്തിക്കും വെടിപ്പും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ സാറിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ. സാറ് പറഞ്ഞതുപോലെ തന്നെ എട്ടും പൊട്ടും തിരിയാത്ത ആ കൊച്ചു പെങ്കൊച്ചിനെ പറഞ്ഞു മനസ്സിലാക്കി ഒറ്റ ദിവസം കൊണ്ട് ആദർശിനെ അച്ചാന്ന് വിളിപ്പിച്ചവരാണ് ഞങ്ങൾ. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ ഇവിടം വരെയോളം എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിൻപിൽ വളരെയധികം ശ്രദ്ധയുണ്ടായാലല്ലേ പറ്റൂ സാറേ. ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ പഴുതടച്ചാണ് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആശുപത്രിയിലെ തുടർന്നുള്ള കാര്യങ്ങൾ വളരെ റിസ്ക് ആണ്. അതിനനുസരിച്ച് പൈസ കിട്ടണം. എടാ, ഈ 10 രൂപ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തായി ഉദ്ദേശിക്കുന്നത്?
സാറേ മനസ്സിലായില്ലേ? തൽക്കാലം ഒരു 10 ലക്ഷം രൂപ സാറ് തരണം. കണക്കുകളൊക്കെ പിന്നെ നമുക്ക് പറയാം. അയ്യോ, 10 ലക്ഷം രൂപയോ? നമ്മൾ പറഞ്ഞ കണക്കിൽ 10 ലക്ഷം പോയിട്ട് 5 ലക്ഷം പോലും ഇല്ലല്ലോ. ആ, അതൊക്കെ ശരിയാ സാറേ. പക്ഷേ അന്ന് പറഞ്ഞ കണക്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ എത്ര ദിവസമായിട്ടാണ് ഒരു പെണ്ണിനെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് ഇപ്പോൾ 10 ഇട്, ബാക്കി പിന്നെ പറയാമെന്ന്. സാറിന് പറ്റത്തില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞേരെ, ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കിക്കൊള്ളാം. ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് വെച്ച് സാറങ്ങ് കണ്ടാൽ മതി. ഹ, നിങ്ങൾ പിണങ്ങാതെ, പൈസയൊക്കെ ഞാൻ തന്നോളാം. പൈസയുടെ കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാറേ, പൈസയുടെ കാര്യത്തിൽ സാറ് വിശ്വസ്തനാണെങ്കിൽ ഏറ്റ പണിയുടെ കാര്യത്തിൽ ഞങ്ങളും വിശ്വസ്തരായിരിക്കും. ആ, ശരി ശരി, പൈസ ഇന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാം. പക്ഷേ ഇനി ഒരിക്കലും അവൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും. ഞാനല്ല, ആദർശാണ് കൊച്ചിൻ്റെ അച്ഛനെന്ന് നിങ്ങൾ മുത്തശ്ശനോട് പറഞ്ഞെങ്കിലും കൊച്ചച്ഛ എന്ന് വിളിച്ച് അവൻ്റെ പിന്നാലെയാണ് ഓടി നടക്കുന്നതെങ്കിലും മുത്തശ്ശൻ ഇതുവരെയും അതൊന്നും വിശ്വസിച്ചിട്ടില്ല. അങ്ങർക്ക് അതുപോലെ വിശ്വാസമാണ് ആദർശിനെ. ഇതിനിടയിൽ ആ കിടക്കയിൽ കിടക്കുന്നവൾ നാവെടുത്ത് എന്തെങ്കിലും ഉരിയാടി പോയിട്ടുണ്ടെങ്കിൽ അതോടെ എല്ലാം കഴിഞ്ഞു. മനസ്സിലായോ? എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതൊന്നും പണം കൊടുത്ത് നേടാൻ പറ്റുന്നതായിരിക്കില്ല. ഇവരുടെ ഈ സംസാരങ്ങളെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്ന ആദർശ് അപ്പോൾ തന്നെ തന്റെ മൊബൈൽ ഫോണിൽ എല്ലാം ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് പെട്ടെന്ന് ആദർശ് അവിടുന്ന് ഓടിപ്പോയി തന്റെ കാറിൽ കയറി കുറച്ചു ദൂരം ഓടിച്ചു പോയതിനു ശേഷം നയനയെ വിളിക്കുകയാണ്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, നയനെ, നീ എത്രയും പെട്ടെന്ന് ഓഫീസിലേക്കൊന്ന് വരണം. വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. ആദർശ് പറഞ്ഞതിന് പ്രകാരം ഉടൻ തന്നെ നയന റെഡിയായി ഓഫീസിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആദർശ് നയനയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നയന പറയുകയാണ്, ആദർശേട്ടാ, ഇതിലൊരു അത്ഭുതമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. തുടക്കം മുതൽ തന്നെ എൻ്റെ സംശയം അബിയെ തന്നെയായിരുന്നു. ചന്തുമോളുടെ അച്ഛൻ അവൻ തന്നെയാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെടുകയാണ്. വളരെ തന്ത്രപരമായി ആദർശേട്ടൻ്റെ തലയിലേക്ക് അത് കെട്ടിവെക്കുകയും തുടർന്നുള്ള കാലം മുഴുവനും ആദർശേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങി അതുകൊണ്ട് സുഖിക്കാമെന്നൊക്കെയായിരുന്നു അവൻ്റെ ചിന്ത. അതാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വിഷയം ഉടൻ തന്നെ കിരണുമായി സംസാരിക്കണം. പക്ഷേ ആദർശേട്ട, എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു സങ്കടം നവ്യേച്ചിയെ ഓർക്കുമ്പോഴാണ്. ചേച്ചിയുടെ ജീവിതമാണ് തകർന്നു വീഴാൻ പോകുന്നത്. നയനെ, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നവ്യ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത ജീവിതമാണിത്. അപ്പോൾ അതിൽ വരുന്ന വീഴ്ചകളും പ്രതിസന്ധികളും ഒക്കെ സ്വയമായി തന്നെ തരണം ചെയ്യാൻ തയ്യാറായേ പറ്റൂ. പിന്നെ അഭി തട്ടിപ്പുകാരനാണ് എന്നുള്ളത് അവൾക്ക് നന്നായിട്ടറിയാം. അതിനനുസരിച്ച് അവളുടെ മനസ്സ് രൂപപ്പെടുത്തുവാനും അവൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നും ഓർത്ത് നമ്മൾ കൂടുതൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ആദർശേട്ടാ, മുത്തശ്ശനെ ഈ കാര്യങ്ങൾ അറിയിക്കണ്ടേ? അറിയിക്കണം, പക്ഷേ ഇപ്പോൾ വേണ്ട. ബാക്കിയുള്ള തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം മതി. അടുത്തത് DNA ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. അതുകൂടെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴുതടച്ച് നമുക്കവനെ പൂട്ടാൻ പറ്റും. അതുമാത്രവുമല്ല, ജ്വല്ലറിയിൽ നടന്ന ആ വലിയ തട്ടിപ്പിനെക്കുറിച്ച് കാര്യമായിട്ടൊരു അന്വേഷണം ഉണ്ടാവണം. അതിൻ്റെ പിൻപിലും ഇവൻ തന്നെയാണെന്നാണ് എൻ്റെ ബലമായ സംശയം. കാരണം ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവൻ പല കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടമാനം പണം ചിലവാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സോഴ്സ് ഏതാണ് എന്ന് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു മെല്ലപ്പോക്കുണ്ട്. പക്ഷേ ഉടൻ തന്നെ മുത്തശ്ശനെ കൊണ്ട് മുകളിലുള്ള ഏതെങ്കിലും ഏമാന്മാരെ വിളിപ്പിക്കണം. എനിക്ക് അവിഹിതമുണ്ടെന്നും എൻ്റെ അവിഹിതത്തിൽ ജനിച്ച കുട്ടിയാണ് ചന്തുമോളെന്നും സ്ഥാപിക്കാൻ വേണ്ടി അവൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. പക്ഷേ അതിനു മുൻപ് എനിക്കവനെ തുറന്നു കാണിക്കണം. അനന്തപുരിയിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കണം. ഇത് കേൾക്കുമ്പോൾ വീണ്ടും നയന സങ്കടത്തോടെ പറയുന്നുണ്ട്, ആദർശേട്ടാ, അവനെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കിയാൽ നവ്യേച്ചിയുടെയും കുഞ്ഞിൻ്റെയും സ്ഥിതി എന്തായിത്തീരും? അത് നയനെ, ഞാൻ പറഞ്ഞല്ലോ, അവളായിട്ട് തന്നെ വലിച്ചു വെച്ചൊരു ദുരന്തമാണ് അഭി. അപ്പോൾ സത്യാവസ്ഥകളെല്ലാം തിരിച്ചറിഞ്ഞാൽ നവ്യ അവനെ സ്വീകരിക്കുവാൻ തയ്യാറാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ അവൻ ചിരിച്ചു മയക്കി അവളെ തെറ്റിദ്ധരിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്നാൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ അവൾ അവൻ്റെ മുഖത്തടിക്കും. നീ നോക്കിക്കൂ. നമ്മൾ അവനെ അനന്തപുരിയിൽ നിന്നും ഇറക്കി വിട്ടില്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അവൾ അനന്തപുരിയോട് വിട പറയും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അവനെ പുറത്താക്കണം. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എല്ലാം നമുക്ക് വഴിയെ കാണാം. തുടർന്ന് കാണുന്ന കാഴ്ച ഹോസ്പിറ്റലിലായിരിക്കുന്ന അനഘയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നതാണ്. ഇത് കണ്ടുകൊണ്ട് ഡോക്ടർ പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതാരാണ് ഈ കുട്ടിയെ ഇപ്പോൾ ഫോണിൽ വിളിക്കാൻ? ഇവൾ സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇവിടെ കിടക്കുകയാണെന്ന് ഇവർക്കൊന്നും അറിയില്ലേ? പിന്നെ എന്തിനാണ് ഫോണിൽ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? തുടർന്ന് വീണ്ടും ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ട് ഡോക്ടർ തന്നെ ആ ഫോൺ എടുത്തിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ മറുതലക്കിൽ നിന്നും, അനഘയല്ലേ? ഞാൻ അനഘയുടെ ഒരു കൂട്ടുകാരിയാണ്. ഞാൻ വിളിക്കുന്നത് ഷാർജയിൽ നിന്നാണ്. അനഘയ്ക്കൊന്ന് ഫോൺ കൊടുക്കാമോ? അത് കേട്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, അനഘയുടെ വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ കുട്ടി ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇല്ല. എന്തു പറ്റി അനഘയ്ക്ക്? അനഘ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്.
ഞാൻ അവളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറാണ്. തുടർന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഡോക്ടർ ആ കുട്ടിയോട് വിശദീകരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് അവൾ പറയുകയാണ്, ഞാനിതൊന്നും സത്യമായിട്ടും അറിഞ്ഞില്ല ഡോക്ടർ. അവൾ കുറേ കാലം കുഞ്ഞുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് പോയി എന്ന് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. കുറച്ച് നാളുകളായി അവളുടെ വിവരമൊന്നും അറിയാതിരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ കോൾ ചെയ്ത് നോക്കിയത്. ഇടയ്ക്ക് മെസ്സേജുകളൊക്കെ ഞാൻ അയച്ചിരുന്നു, അതൊന്നും ഓപ്പൺ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. എന്തായാലും ഞാനിപ്പോൾ വിളിച്ചത്, ഞാൻ നാട്ടിൽ വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ അനഘയെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ്. എന്തായാലും ഉടൻ തന്നെ നാട്ടിൽ വന്നിട്ട് ഞാൻ ഡോക്ടറെ വന്ന് കാണാം എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഡോക്ടർ ആ ഫോണിലേക്ക് നോക്കുമ്പോൾ അത് ലോക്ക് ചെയ്തിട്ടില്ല എന്ന് തനിക്ക് മനസ്സിലാവുകയാണ്. ഫോണിൻ്റെ ഹോം ബട്ടൺ അമർത്തുമ്പോൾ ഫോൺ വീണ്ടും ഓപ്പണായി വരുന്നുണ്ട്. ഉടനെ ഡോക്ടറുടെ മനസ്സ് പറയുന്നുണ്ട്, ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള പല രഹസ്യങ്ങളും ഒരുപക്ഷെ ഈ ഫോണിലുണ്ടാവും. അവളുടെ മരണത്തിന് മുമ്പ് ആരെയൊക്കെ അവൾ വിളിച്ചുവെന്നും ആർക്കൊക്കെ അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുമൊക്കെ തീർച്ചയായിട്ടും ഇതിൽ കാണും. ഇത് അനന്തമൂർത്തി സാറിനെ ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടാവും. ഇത് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഡോക്ടർ മൂർത്തി സാറിനെ വിളിക്കുന്നുണ്ട്. തുടർന്ന് ആ ഫോണിനെക്കുറിച്ചും ആ ഫോൺ ഏതെങ്കിലും തരത്തിൽ മൂർത്തി സാറിന് പ്രയോജനപ്പെടും എന്നുള്ളതിനെക്കുറിച്ചും ഡോക്ടർ അനന്തമൂർത്തിയോട് സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മൂർത്തി സാർ പറയുന്നുണ്ട്, ഡോക്ടറെ, ഞാൻ ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് വരാം, അവിടെ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മൂർത്തി സാറിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നതും താൻ ആശുപത്രിയിലേക്ക് എത്രയും വേഗം ചെല്ലാമെന്ന് പറയുന്നതുമെല്ലാം അബി മറഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ഉടൻ തന്നെ മൂർത്തി സാർ ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഉടനെ അബി വലിയ വെപ്രാളത്തോടുകൂടി ഫോൺ എടുത്ത് ആശുപത്രിയിലുള്ള ഗുണ്ടകളെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എടാ, അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമുണ്ടോ? ഇല്ല സാറേ, എന്തുപറ്റി? എൻ്റെ മുത്തശ്ശനെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ വിളിച്ചിരുന്നു. ഉടനെ എത്താം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. എന്തോ എമർജൻസി വിഷയം സംസാരിക്കാനാണ്. ഒന്നുകിൽ അവളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല സാറേ, അല്പം മുൻപ് കൂടി ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചതാണ് അവളുടെ കാര്യം. എടാ, അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാതലായ പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ മുത്തച്ഛനെ ഡോക്ടർ അവിടേക്ക് വിളിച്ചു വരുത്തില്ല. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം, എന്നിട്ട് വിവരം അപ്പോൾ എന്നെ അറിയിക്കണം. ശരി സാറേ, അതൊക്കെ ഞങ്ങളേറ്റു. ഇവർ അബിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂർത്തി സാറിൻ്റെ കാർ ആശുപത്രിയുടെ വാതിക്കലേക്ക് എത്തുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ, ഫോൺ വെച്ചു, മുത്തച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. തുടർന്ന് മൂർത്തി സാർ ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടർ മൂർത്തി സാറിനെ കൂട്ടിക്കൊണ്ട് അനഘയുടെ മുറിയിലേക്ക് ചെല്ലുകയും തുടർന്ന് അനഘയുടെ ഒരു ബാഗ് മൂർത്തി സാറിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ മൂർത്തി സാറിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. സാറേ, അനഘയുടെ ഈ ഫോൺ വളരെ വിലപ്പെട്ട പല തെളിവുകളും അടങ്ങുന്നതായിരിക്കാം. ഇത് ലോക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സാറ് സമയമെടുത്ത് വിശദമായി ഈ ഫോണൊന്ന് പരിശോധിക്കണം. അനഘയോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കാതിരിക്കില്ല. ശരി ഡോക്ടർ, വളരെ ഉപകാരം. ഇത് പറഞ്ഞിട്ട് ആ ബാഗും വാങ്ങിക്കൊണ്ട് മൂർത്തി സാർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് ബാഗുമായി മൂർത്തി സാർ വണ്ടിയിൽ കയറി പോകുമ്പോൾ പെട്ടെന്ന് അബിക്ക് തൻ്റെ സഹായികൾ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, എടാ, ആ ബാഗിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കറിയില്ല. ഇനി ഒരു പക്ഷേ എന്തെങ്കിലും എനിക്കെതിരെയുള്ള തെളിവുകൾ അവൾ അതിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതോടെ എല്ലാം കഴിയും. എന്തായാലും മുത്തച്ഛൻ വീട്ടിലെത്തിയതിനു ശേഷം മാത്രമേ ഇതൊക്കെ പരിശോധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ അയാളെ ഫോളോ ചെയ്യണം. ആ ബാഗ് എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുക്കണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ബാഗ് എനിക്ക് കിട്ടിയിരിക്കണം. ശരി സാറേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. ഇത് പറഞ്ഞിട്ട് അവർ മൂർത്തിയുടെ പിന്നാലെ യാത്ര തിരിക്കുന്നു. ബാഗുമായി പുറപ്പെട്ട മൂർത്തി സാറാകട്ടെ അല്പം മുൻപോട്ട് ചെന്നതിന് ശേഷം വണ്ടി വഴിയരികിൽ ഒതുക്കി നിർത്തിയിട്ട് ഡോക്ടർ കൊടുത്ത ആ ബാഗ് തുറന്ന് ഫോൺ എടുക്കുകയാണ്. തുടർന്ന് ആദ്യം തന്നെ അനന്തമൂർത്തി ഫോണിൻ്റെ കോൾ ഹിസ്റ്ററിയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ആദർശുമായിട്ട് അവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആദർശിനെ അവൾ വിളിച്ചിരിക്കുന്നതിൻ്റെ രേഖകൾ ഇതിനകത്തുണ്ടാവും. പക്ഷേ കോൾ ഹിസ്റ്ററി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുവാൻ സാധിക്കുന്നത് അബിയുടെ ഫോണിലേക്ക് അനഘ വിളിച്ചതിൻ്റെ ഒട്ടനവധി രേഖകളാണ്. ആദ്യോടന്തം കോൾ ഹിസ്റ്ററി മുഴുവനും പരിശോധിച്ചിട്ടും മൂർത്തി സാറിന് ആദർശിനെ അനഘയുമായി ബന്ധിപ്പിക്കുവാനുള്ള ഒരു തെളിവും ലഭിച്ചില്ല. ഇനി മറ്റെന്തെങ്കിലും പേരിലാണോ ആദർശിൻ്റെ നമ്പർ ഫോണിൽ ഫീഡ് ചെയ്തിരിക്കുന്നത് എന്നറിയുവാൻ ആദർശിൻ്റെ നമ്പർ ആ ഫോണിൽ മൂർത്തി സാർ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇല്ല, അങ്ങനെ ഒരു നമ്പർ ഈ ഫോണിലില്ല. തുടർന്ന് ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ താൻ കാണുന്ന ഫോട്ടോകളിൽ പലതും അനഘയും അബിയും ഒരുമിച്ചുള്ള നിമിഷങ്ങളിലേതാണ്. കൂടാതെ അബിയോട് അവസാനം താൻ സംസാരിക്കുന്ന രംഗങ്ങൾ അവൾ വീഡിയോയിൽ പകർത്തി സൂക്ഷിച്ചിരിക്കുന്നതും മൂർത്തി സാർ കാണുകയാണ്. ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ താൻ കേൾക്കുന്ന ശബ്ദം, അബി, ഞാൻ ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല. ഒരിക്കലും നിന്നെ ശല്യം ചെയ്യരുത് എന്നാഗ്രഹിച്ചാണ് എൻ്റെ മോളുമായി ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി ഞാൻ ജീവിച്ചത്. പക്ഷേ ദൈവം എന്നെ അവിടെയും തോൽപ്പിച്ചു കളഞ്ഞു. എനിക്കിനി അധിക ദിവസങ്ങളൊന്നുമില്ല. എൻ്റെ മരണം അടുത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മകൾ അവൾ അനാഥയായി പോകരുത്. സത്യത്തിൽ അവൾ അനാഥയല്ല,
അവൾക്ക് അവളുടെ അച്ഛനായിട്ട് നീ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ സംരക്ഷണ ചുമതല നീ ഏറ്റെടുത്തേ പറ്റൂ. നീ ഒഴിഞ്ഞു മാറരുത്. എത്രയും പെട്ടെന്ന് നീ എനിക്ക് മറുപടി തന്നേ പറ്റൂ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അനഘേ, ഞാൻ ഒരിക്കലും നമ്മുടെ മോളെ അനാഥയാക്കുകയില്ല. അവളെ തീർച്ചയായിട്ടും ഞാൻ സംരക്ഷിക്കും. പക്ഷേ നീ എനിക്ക് ഒരാഴ്ച കൂടി സമയം തരണം. അതിനുള്ളിൽ മോൾക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കാം. തൽക്കാലം ഞാൻ പോവുകയാണ്. നിന്നെ ഞാൻ വിളിച്ചോളാം. എടാ, നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇപ്പോൾ പല ആവർത്തി ഇതുപോലെ എന്തൊക്കെയോ ചെയ്യാമെന്ന് പറഞ്ഞു ഓരോ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ അവസാനത്തെ സംസാരമാണ്. ഇനി നീ ഈ അവധി തെറ്റിച്ചാൽ പിന്നെ ഞാൻ നിന്നെ വിളിക്കില്ല. നമ്മുടെ മോളുമായി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയും. ഈ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് മൂർത്തി സാർ ഞെട്ടുകയാണ്. തുടർന്ന് മൂർത്തി സാർ മനസ്സിൽ പറയുന്നുണ്ട്, അത് ശരി, അപ്പോൾ കള്ളൻ അവനായിരുന്നു. എന്നിട്ട് അതിവിദഗ്ധമായി മറ്റൊരു സാഹചര്യം ഉണ്ടാക്കി അത് ആദർശിന്റെ തലയിലേക്ക് അവൻ കെട്ടിവെച്ചു. എൻ്റെ ചോറ് തിന്നു വളർന്നിട്ട് അവൻ എന്നെയും ആ തറവാടിനെയും ചതിച്ചു. അതുകൊണ്ട് ഇനി എന്തു ചെയ്യണമെന്ന് ഈ അനന്തമൂർത്തി തീരുമാനിക്കും. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ തിരികെ ബാഗിനുള്ളിലേക്ക് വെച്ചിട്ട് മുത്തശ്ശൻ അനന്തപുരിയിലേക്ക് വീണ്ടും വണ്ടി വിടുകയാണ്. എന്നാൽ ഈ സമയത്ത് പിറകിന് വരുന്ന ഗുണ്ടകൾ മൂർത്തി സാറിന്റെ വണ്ടിയുടെ മുൻപിലേക്ക് കയറ്റിയിട്ട് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ചെയ്യുന്നു. അപ്രതീക്ഷിതമായി മുൻപിലുള്ള വണ്ടി ബ്രേക്ക് ഇട്ടപ്പോഴേക്കും മൂർത്തി സാറും വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ഇവനൊക്കെ എന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉടൻ തന്നെ മുൻപിലുണ്ടായിരുന്ന വണ്ടിയിൽ നിന്നും ഗുണ്ടകൾ പുറത്തേക്ക് ചാടി ഇറങ്ങുന്നു. അപ്പോൾ ആരടാ നീയൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് മൂർത്തി സാർ മുൻപോട്ട് നീങ്ങുകയും അതേസമയം തന്നെ ഈ ഗുണ്ടകൾ ഇരുവരും ചേർന്ന് മുൻപോട്ട് വന്ന് മൂർത്തി സാറിനെ ബലമായി പിടിച്ച് തള്ളി റോഡിന്റെ സൈഡിലേക്ക് മറിച്ചിടുകയാണ്. തുടർന്ന് അവർ വണ്ടിയിൽ നിന്നും ആ ബാഗും എടുത്തുകൊണ്ട് വേഗത്തിൽ അവരുടെ കാറിലേക്ക് കയറിയിട്ട് അവിടുന്ന് ഓടിച്ചുപോയി. നൊടിയിടയിൽ നടന്ന ഈ ആക്രമണം കണ്ടുകൊണ്ട് വഴിയരികിലുള്ള ആളുകളൊക്കെ ഓടി വരുമ്പോഴേക്കും താഴെ വീണ് കിടക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിയുടെ ഓണറായിരിക്കുന്ന മൂർത്തി സാറാണ് എന്ന് മനസ്സിലാക്കുകയാണ്. വലിയ ബഹുമാനത്തോടു കൂടി അവർ മൂർത്തി സാറിനെ പൊക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ കൈകളുടെ മുട്ടും തലയുടെ പിൻഭാഗവും ഒക്കെ പൊട്ടി ചോരയൊഴുകുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, സാറേ, ആരാണ് ഇതൊക്കെ? എന്താണ് സംഭവിച്ചത്? നമുക്ക് ഉടൻ തന്നെ ആശുപത്രിയിൽ പോകാം. അപ്പോൾ മൂർത്തി സാർ പറയുന്നുണ്ട്, അവരാരാണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് വണ്ടിയുടെ മുൻപിൽ കൊണ്ടുവന്ന് ബ്രേക്ക് ഇട്ടു. വണ്ടി ഇടിക്കാതിരിക്കുവാൻ വേണ്ടി ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ട് വിവരം അന്വേഷിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പെട്ടെന്നായിരുന്നു ആക്രമണം. സാറേ, നമുക്ക് ആശുപത്രിയിൽ പോകാം. സാർ വണ്ടിയിലേക്ക് കയറ്. സാരമില്ല, നിങ്ങൾ പോയിക്കോളൂ. ഞാൻ എൻ്റെ കൊച്ചുമകനെ വിളിച്ചോളാം. വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇത് പറഞ്ഞ് ഉടൻ തന്നെ മൂർത്തി സാർ ആദർശിനെ വിളിച്ചു വരുത്തുകയാണ്. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന മൂർത്തി സാറിനെ കണ്ടുകൊണ്ട് ആദർശ് അമ്പരന്ന് ചോദിക്കുകയാണ്, മുത്തശ്ശൻ എന്താണ് ഈ പറ്റിയത്? വണ്ടിക്ക് ആക്സിഡന്റ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആരെങ്കിലും മുത്തശ്ശനെ എന്തെങ്കിലും ചെയ്തതാണോ? ആ മോനെ, നീ വണ്ടി എടുക്ക്, എല്ലാം ഞാൻ പറയാം. ഇത് പറഞ്ഞ് ആദർശിനൊപ്പം മൂർത്തി സാർ ആദർശിന്റെ വണ്ടിയിലേക്ക് കയറി അവിടുന്ന് പോവുകയാണ്. പോകുന്ന വഴിയിൽ കാര്യങ്ങളൊക്കെ ആദർശിനോട് അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് മൂർത്തി സാർ പറയുകയാണ്, അവർക്ക് തെറ്റിപ്പോയി. ഡോക്ടർ തന്ന ബാഗുമായിട്ട് ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം മാത്രമേ അത് പരിശോധിക്കുകയുള്ളൂ എന്നായിരുന്നു അവർ ചിന്തിച്ചത്. പക്ഷേ ആശുപത്രിയുടെ പുറത്തെത്തിയപ്പോൾ തന്നെ ഞാൻ ആ ബാഗ് പരിശോധിച്ചു. അതിലുണ്ടായിരുന്ന അനഘയുടെ ഫോൺ ഞാൻ പരിശോധിച്ചു. അതിൽ ഒട്ടനവധി തവണ ആ കുട്ടി ഒരാളെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. മാത്രവുമല്ല, അയാളുമായി അവൾ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. അത് ചന്തുമോളുടെ അച്ഛനാണ്. മുത്തശ്ശൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ, ഞാനത് കണ്ടു. ചന്തുമോളുടെ അച്ഛൻ്റെ മുഖമാണ് ഞാൻ കണ്ടത്. ആരാണ് മുത്തശ്ശാവൻ? മറ്റാരുമല്ല മോനെ, എൻ്റെ കൊച്ചുമകൻ തന്നെ, അഭി. മുത്തശ്ശ? അതെ, അല്ലറ ചില്ലറ തട്ടിപ്പുകളും തരികിടയും ഒക്കെ അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും അവൻ ഇത്രയും വലിയ അപകടകാരി അല്ല എന്നായിരുന്നു ഇതുവരെയുള്ള എൻ്റെ ധാരണ. പക്ഷേ ഉഗ്രവിഷമുള്ളൊരു പാമ്പിനെയാണ് ഇത്രയും കാലം നമ്മൾ പാല് കൊടുത്ത് താലോലിച്ച് വളർത്തിയത്. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ഓരോ നീക്കങ്ങളും നിരന്തരം അവൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അനഘ കിടക്കുന്ന ആശുപത്രിയിൽ അവൻ്റെ ആൾക്കാരെ അവൻ ആക്കി വെച്ചിട്ടുണ്ട്. അവൻ ഏർപ്പാടാക്കിയ ആൾക്കാർ തന്നെയാണ് എന്നെ ആക്രമിച്ചത്. ഞാൻ അവരെ ചെറുക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവൻ എടുക്കുവാൻ പോലും അവർ തയ്യാറാകുമായിരുന്നു. ഇവനെയാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ 2 ബ്രാഞ്ച് ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഇനി അനന്തപുരിയിൽ അവൻ വേണ്ട. അവൻ മാത്രമല്ല, അവൻ്റെ അമ്മയും ഇനി അനന്തപുരിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആദർശ് പറയുകയാണ്, മുത്തശ്ശ, ചന്തുമോളുടെ അച്ഛൻ അഭി തന്നെയാണെന്ന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും നയനയും തിരിച്ചറിഞ്ഞതാണ്. ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ അതുകൂടി ലഭിച്ചതിന് ശേഷം എല്ലാം മുത്തശ്ശനോട് പറയാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിവരം നമ്മുടെ വീട്ടിൽ ആരോടും പറയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഉടനടി ഒരു തീരുമാനം മുത്തശ്ശൻ കൈക്കൊണ്ടാൽ ഈ രഹസ്യങ്ങളെല്ലാം ചുരുളഴിയാതെ ഇതോടെ അവസാനിക്കും. അവൻ നാട് മുഴുവൻ പറഞ്ഞു പരത്തും
ചന്തുമോൾ എൻ്റെ മകളായിരുന്നുവെന്നും അതിനെ എതിർത്തതുകൊണ്ട് അവനെയും അവൻ്റെ അമ്മയെയും അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയെന്നും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ടാവണം. മുത്തശ്ശൻ്റെ കയ്യിൽ കിട്ടിയ ആ പ്രധാനപ്പെട്ട തെളിവ് അവൻ്റെ വിധി നിർണ്ണയിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മുത്തശ്ശനെ ആക്രമിച്ച് അവനത് കൈക്കലാക്കിയത്. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം മുത്തശ്ശ. അവൻ എവിടം വരെ പോകുമെന്ന് നമുക്കറിയാമല്ലോ. അതിനുള്ളിൽ അവനെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിൽ കരുതണം. അവന് ചലിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നും ഒരാക്രമണം ഉണ്ടാകേണ്ടത്. ആദർശിൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് മൂർത്തി സാർ അല്പനേരം മൗനമായിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത് ശരിയാ മോനെ, നീ പറഞ്ഞത് തന്നെയാണ് ശരി. ഞാൻ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുത്താൽ സംശയങ്ങൾ ബാക്കി നിൽക്കും. അവർ പറയുന്നത് വിശ്വസിക്കുവാനും നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് വരട്ടെ, അല്പം കൂടി നമുക്ക് കാത്തിരിക്കാം. ആദർശും മുത്തശ്ശനും കൂടി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ചോരയൊലിപ്പിച്ചു കൊണ്ടുവരുന്ന മുത്തശ്ശനെ കണ്ടുകൊണ്ട് അബി ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, മുത്തശ്ശൻ എന്താ പറ്റിയത്? അയ്യോ, തലയ്ക്കും കൈക്കുമൊക്കെ നന്നായിട്ട് പരുക്ക് പറ്റിയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായോ? അപ്പോൾ മുത്തശ്ശൻ ഒന്നും അറിയാത്തതുപോലെ അബിയോട് പറയുകയാണ്, ആക്സിഡന്റ് ഒന്നും അല്ല. അനഘയുടെ ഡോക്ടർ ആശുപത്രിയിലേക്ക് എന്നെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ചില രേഖകളടങ്ങിയ ഒരു ബാഗ് തന്നു. ആ ബാഗിൽ ചന്തുമോളുടെ അച്ഛൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ചില നിർണായകമായ വിവരങ്ങളുണ്ടായിരുന്നു. അതുമായിട്ട് ഞാനിവിടേക്ക് വരുന്ന വഴിയിൽ മറ്റൊരു വാഹനത്തിൽ ചിലർ വന്ന് എന്നെ തടഞ്ഞു നിർത്തുകയും ആക്രമിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ ബാഗുമായി കടന്നു കളഞ്ഞു. അയ്യോ മുത്തശ്ശ, അതാരാണ് ആ തെമ്മാടിത്തരം കാണിച്ചത്? മുത്തശ്ശൻ അവരുടെ മുഖം കണ്ടിരുന്നോ? അവരുടെ മുഖം കണ്ടാൽ ഇനിയും മുത്തശ്ശന് തിരിച്ചറിയാൻ കഴിയുമോ? അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ മുത്തശ്ശൻ കംപ്ലൈൻറ്റ് ചെയ്തില്ലേ? ഞാൻ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാൻ പോയില്ല. പക്ഷേ അതിനുള്ളൊരു കാര്യം എനിക്ക് വ്യക്തമായി. ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല എന്നുള്ളത്. ഇത്രയും കേൾക്കുമ്പോഴേക്കും അബി ഒന്ന് ഞെട്ടുകയാണ്. ഡോക്ടർ തന്ന രേഖകളൊന്നും എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് അവരാ ബാഗും കൊണ്ടുപോയി. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ കയ്യിൽ നിന്നും ആ ബാഗ് അപഹരിച്ചു കൊണ്ടുപോയത് ചന്തുമോളുടെ ബന്ധുക്കളല്ല. കാരണം അവരാണ് പറഞ്ഞത് കുട്ടിയുടെ അച്ഛൻ ആദർശാണ് എന്ന്. അവരുടെ അഭിപ്രായത്തെ മാനിച്ച് ആ കുട്ടിയെ കൊണ്ട് ഞാൻ ഇവിടേക്ക് പോരുകയും ചെയ്തു. അതിലൂടെ അവർക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായത്. പിന്നെ ആരാണ് ഇതിൻ്റെ പിൻപിൽ കളിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അതാരാണെന്നും എനിക്കറിയാം. ചന്തുമോളുടെ അച്ഛൻ തന്നെയാണ്. സത്യങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ അയാൾ തന്നെയാണ് ഈ ആക്രമണവും ആസൂത്രണം ചെയ്തത്. മുത്തശ്ശൻ ഇത് പറയുമ്പോൾ അബിയുടെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റവും പരിഭ്രമവുമെല്ലാം ആദർശ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. തുടർന്ന് വീണ്ടും മുത്തശ്ശൻ പറയുകയാണ്, സാരമില്ല, ഇനിയും അവസരങ്ങൾ വരും, നമുക്ക് നോക്കാം. ഇത് പറഞ്ഞ് മുത്തശ്ശൻ ആദർശിനെയും കൂട്ടിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. മുറിയിലെത്തിയതിനു ശേഷം ആദർശിനോട് മൂർത്തി സാർ വീണ്ടും പറയുന്നുണ്ട്, എടാ മോനെ, നമ്മുടെ ജ്വല്ലറിയുടെ പേരിൽ ഒരു സ്വർണ്ണക്കടത്ത് പ്രശ്നമുണ്ടായില്ലേ? അതിൻ്റെ അന്വേഷണം എവിടം വരെയായി? അത് പിന്നെ മുത്തശ്ശ, ഞാൻ അതേക്കുറിച്ച് മുത്തശ്ശനോട് പറയാനിരിക്കുകയായിരുന്നു. അതിൻ്റെ പിൻപിലും ഇവൻ തന്നെയാണ് കളിച്ചിരിക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. ആ വിവരം അറിഞ്ഞുകൊണ്ട് പോലീസ് അപ്പോൾ തന്നെ ജ്വല്ലറിയിലേക്ക് ഓടിക്കയറി. പക്ഷേ അന്നുണ്ടായിരുന്ന ആ ചൂടും ചുമതലയും ഒന്നും ഇപ്പോൾ അവരുടെ അന്വേഷണത്തിൽ കാണാൻ കഴിയുന്നില്ല. ഞാനിടയ്ക്ക് SIയെ വിളിക്കാറുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാമെന്ന് ഒരുമാതിരി ഒഴുക്കൻ മട്ടിൽ പറഞ്ഞങ്ങ് വിടുകയാണ്. അതുകൊണ്ട് മുത്തശ്ശനൊരു കാര്യം ചെയ്യണം. അതിൻ്റെ അന്വേഷണം ഒന്ന് ഊർജിതമാക്കുവാൻ വേണ്ടി മുകളിലുള്ള വേണ്ടപ്പെട്ട അധികാരികളുമായി ഒന്ന് സംസാരിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ നിന്നോടത് ചോദിച്ചതും. അതിൽ ഞാൻ വേണ്ടത് ചെയ്യാം. അവനെ നമ്മൾ പൂട്ടുമ്പോൾ എല്ലാ വഴിക്കും ഒരുമിച്ചായിരിക്കണം പൂട്ടേണ്ടത്. അതുകൊണ്ട് അനന്തമൂർത്തിക്ക് ഇനി വിശ്രമമില്ല. ഇത് പറഞ്ഞുകൊണ്ട് മൂർത്തി സാർ ആദർശിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. വരുവാൻ പോകുന്നത് അടിപൊളി എപ്പിസോഡുകളാണ്. തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുവാൻ വേണ്ടി നമുക്കിനിയും കാത്തിരിക്കാം. അതിൻ്റെ വിവരണങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. ഒപ്പം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.